9ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ വംശം എന്ന കവിതയുടെ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാം. മലയാള സാഹിത്യത്തിൽ കവിതയുടെ വേറിട്ട ശബ്ദം കേൾപ്പിച്ച കവയിത്രിയാണ് വിജയലക്ഷ്മി. അവരുടെ വംശം എന്ന കവിത ലളിതവും ആത്മാർത്ഥവുമായ ജീവിതരീതി മനുഷ്യജീവിതത്തെ എങ്ങനെ അർത്ഥപൂർണമാക്കുമെന്ന സന്ദേശം നൽകുന്നു. ജീവിതത്തെ മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒരുപാട് കഴിവുള്ള ജീവിവർഗമാണ് ഉറുമ്പുകൾ. തങ്ങളുടെ ചെറിയ ജീവിതകാലത്തിനു വേണ്ടി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഉറുമ്പുകൾ പരിശ്രമിക്കുന്നതിന്റെ ലാളിത്യവും അവയുടെ ആത്മാർത്ഥതയും വ്യക്തമാക്കി തരുന്നു കവയിത്രി. അതിരാവിലെ ഉണ്ടാകുന്ന ഭയങ്കര വിശപ്പിനെ ഇല്ലാതാക്കാൻ ഭക്ഷണം തേടിയിറങ്ങുന്ന ഒരു ഉറുമ്പിനെ നോക്കി അതിന്റെ പ്രവർത്തികളെ ആകാംക്ഷയോടെ കവയിത്രി വർണ്ണിക്കുന്നു. കവയിത്രിയുടെ മനോഗതത്തിലൂടെയാണ് ഇവിടെ കവിതയ്ക്ക് അർത്ഥവ്യാപ്തി കൈവരുന്നത്. അടുപ്പിന്റെ പാതകത്തിൽ തെറിച്ച തേങ്ങാത്തരി ഒരു പൂവ് പോലെ തന്റെ കൊമ്പിൽ എടുത്തുയർത്തി ചന്തത്തിൽ 6 കാലുകളും കൊണ്ട് ധൃതിയിൽ നടന്നു പോകുന്ന ഉറുമ്പിന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണ് കവയത്രി. പെരുമഴക്കാലത്ത് തന്റെ കൂട്ടുകാരും ഒരുമിച്ച് രുചിയോടെ കഴിക്കാനുള്ള കരുതലുകളാണ് ഇവയെല്ലാം. ഉറുമ്പിന്റെ തിളക്കമുള്ള മുഖത്തിന് അധ്വാനത്തിന്റെ ഗൗരവവും എള്ളുപോലെ മെലിഞ്ഞ ശരീരത്തിന് എന്തു മനോഹാരിതയുമാണ് കാണുന്നതെന്ന് കവി പറയുന്നു. ഉറുമ്പിന്റെ നേർത്ത ഇടുപ്പുകൾക്ക് മനോഹാരിത കൈവന്നത് അതിന്റെ അധ്വാനഭാരം കൊണ്ടാണോ അതോ നിരന്തരമായ നൃത്തച്ചുവടുകൾ കൊണ്ടുമാണോ എന്ന് കവി ആശ്ചര്യം തോന്നുന്നു. ഇത്രയും ഭംഗി ആർക്കാണ് ഉള്ളത് എന്നും കവി ചോദിച്ചു പോകുന്നു. ഉറുമ്പിന്റെ ഏറ്റവും ലളിതവും ചെറുതുമായ രൂപത്തെ മനോഹരമായ ഒരു മരത്തിൽ എന്നോണം കൊത്തിവെക്കാൻ തന്റെ വേരു ദാഹിക്കുന്നു എന്ന് കവി പറയുന്നു. തന്റെ ജീവിതത്തിൽ ഈ ഉറുമ്പിനെ മാതൃകയാക്കണമെന്നാണ് കവയത്രി ഉദ്ദേശിക്കുന്നത്. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ പണി ചെയ്ത് തന്നെ മരിച്ചു പോകുന്ന നിന്നെ തുടച്ചു നീക്കുന്നത് തന്നെ പാപമാണെന്ന് ഇവിടെ കവയത്രി കരുതുന്നു. കവിയുടെ വീടും കടന്ന് തൊടിയും കടന്ന് തനിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും അതിജീവിച്ച് മുന്നേറിപ്പോകുന്ന തൻ്റെ പ്രയാസങ്ങളെല്ലാം ഒരു പ്രയാസമേ അല്ല മറ്റിൽ പോകുന്ന ആ പാവം ചുമട്ടുകാരി എന്നാണ് കവയത്രി ഉറുമ്പിനെ വിശേഷിപ്പിക്കുന്നത്. ഉറുമ്പിനെ വളരെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുകയാണ് ഇവിടെ കവയത്രി. വംശം എന്ന കവിതയിലൂടെ ഉറുമ്പിന്റെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് അധ്വാനം, ആത്മാർത്ഥത, കൂട്ടായ്മ, പങ്കുവെക്കൽ, പ്രതിസന്ധികളെ മറികടക്കൽ എന്നിവയുടെ എല്ലാം പാഠം നമ്മെ പഠിപ്പിക്കുന്നു കവയിത്രി.